നമസ്കാരം. മകയിരം നക്ഷത്രം, മകയിരം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സംസാരം ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കുടുംബജീവിതത്തിൽ സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, പിണക്കങ്ങൾ ഉണ്ടാകുക, നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടാതെ വരും, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമായിരിക്കും ഈ വിഷുവിന് മുമ്പ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം മാറി നല്ല രീതിയിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ നിങ്ങളെ അംഗീകരിക്കും, നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കും, സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കും. എല്ലാ മേഖലയിലും, അത് കുടുംബത്തിലെ ബന്ധുക്കളുടെ ഇടയിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് വിലയെല്ലാം കിട്ടുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സംസാരം വളരെയധികം സൂക്ഷിക്കുക. എതിരെ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറുപടികൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നൊരു സമയം തന്നെയാണ്. എന്നാൽ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷവും സമാധാനവും നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായവും എല്ലാം ലഭിക്കുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് എന്ത് സഹായങ്ങളും കുടുംബത്തിലെ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്നും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ജോലിയിലൊരു ഉന്നതിയെല്ലാം കാണുന്നുണ്ട്. വിദേശ ജോലിക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ഇങ്ങനെ പല പല മേഖലയിൽ പല പല രീതിയിൽ സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടവും എല്ലാം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം മംഗളകരമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന് ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകളും പുഷ്പാഞ്ജലിയെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നിങ്ങളിതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരം പ്രശ്നമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ദശാപഹാരം ഒന്ന് മനസ്സിലാക്കി അതിനെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാലും ജാതക സംബന്ധമായ സംശയങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു.